ഹലോ ഗെയ്സ്, എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വരാൻ പോകുന്നത് ഒരു ചെറിയൊരു വാഹനം കൊണ്ടാണ്. മാരുതി സുസുക്കിയുടെ ആൾട്ടോ 2021 സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. പെട്രോള് 35,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. നിലവിൽ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇൻഷുറൻസ് അതുപോലെ തന്നെ ബുക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. കമ്പനി സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കറക്റ്റ് കമ്പനി സർവീസ് ഉള്ളൊരു വാഹനം തന്നെയാണ് കേട്ടത്. ഈ വാഹനത്തിന്റെ ഇന്റീരിയൽ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വൃത്തിയിലുള്ള ഒരു ഡാഷ്ബോർഡ്, സ്റ്റീരിയോ കാര്യങ്ങളൊന്നുമില്ല നിലവില്. അത് നമ്മൾ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ AC ഒക്കെ ഉണ്ട്. പിന്നെ ജെനുവിൻ കിലോമീറ്റർ ആണ് ഈ കാണുന്നത്. 35,100 സംതിങ് കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഡോറിന്റെ ആ സൈഡ് ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു വിധത്തിലുള്ള കറ ചളി കാര്യങ്ങളൊന്നുമില്ല. നല്ല സീറ്റ് അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ അത് സീറ്റ് കവർ കാര്യങ്ങളൊന്നും ഇട്ടില്ല. ഒന്ന് പൊടി കെട്ടി എടുക്കാവുന്നേ ഉള്ളൂ. സീറ്റൊക്കെ ഉപയോഗിക്കാണ്ട് ഒരു ചെറിയ പൂപ്പില് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഡോറിന്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ എപ്പോഴും കാണുന്നത്. പിന്നെ ഇതിന്റെ ഇഞ്ചിൻ ഭാഗത്തോട്ട് വരുമ്പോൾ അപ്രൈസറിലൊക്കെ ഒരു വർക്കും നടന്നില്ല. തട്ടലോ മുട്ടലോ കാര്യങ്ങളോ വന്നിട്ട് അത് അഴിച്ചുപണി കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. രണ്ട് അപ്രൈസറിലും ഗുഡ് കണ്ടീഷൻ തന്നെയാണിത്. പിന്നെ എഞ്ചിൻ റൂമിന്റെ എവിടെയും ഒരു പേസ്റ്റിംഗ് ചേഞ്ചിങ്ങോ ഒന്നും തന്നെ ഇല്ല. നല്ല ക്ലിയർ ആണ്. നല്ല അമറോണിന്റെ പുതിയ ബാറ്ററി തന്നെയാണ് ഉള്ളത്. ഈ വീഡിയോയിൽ വ്യക്തമാക്കി കാണിക്കുന്നുണ്ട് ഈ എഞ്ചിൻ റൂമിന്റെ എല്ലാ ഭാഗങ്ങളും. ഹെഡ്ലൈറ്റുകളൊക്കെ അത്യാവശ്യം ഗ്ലേസിങ് തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിന്റെ ഡിക്കി ഭാഗങ്ങൾ നോക്കുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. സ്റ്റെപ്പിന് ടയർ ഒരു 65-70% ടയർ വരുന്നുണ്ട്. മൊത്തത്തിൽ ഇന്റീരിയൽ ഭാഗം ഗുഡ് കണ്ടീഷൻ തന്നെയാണ്. അപ്പൊ റൂഫും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും കാര്യമായിട്ട് ചളിയ കറയോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഇനി ഇതിന്റെ ടയർ ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഗുഡ് കണ്ടീഷൻ ആയിട്ടുള്ള 4 ടയറുകളാണ് ഉള്ളത്. ഫുൾ ടയർ തന്നെ പറയാം. ഹെഡ്ലൈറ്റുകളൊക്കെ നല്ല പുതുമയുള്ള ഹെഡ്ലൈറ്റ് പോലെ തന്നെ ഇപ്പോഴും കാണുന്നുണ്ട്. ഫ്രണ്ടേജ് ഭാഗം നല്ല നീറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. എവിടെയും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് 3,25,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ കണ്ടിട്ട് വിളിക്കണമെന്നോ അല്ലെങ്കിൽ ഈ വാഹനം വാങ്ങിക്കുവാൻ വരുമ്പോൾ പറയുകയാണെങ്കിലോ നല്ലൊരു രീതിയിലുള്ള ഡിസ്കൗണ്ട് ഒക്കെ പ്രതീക്ഷിക്കാം. ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയില് മണ്ണാർക്കാട് നെല്ലിപ്പുഴ അട്ടപ്പാടി റോഡിലുള്ള ഡ്രീംസ് കാർ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ വാഹനം ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക. ഒരു അടിപൊളി കാർ തന്നെയാണിത്. നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ ക്ലിയർ ആക്കി കാണിച്ചിട്ടുണ്ട്. ഈ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെയാണ് ഈ വാഹനം ജനുവൻ നല്ല ഒരു വാഹനം തന്നെയാണ്. അടിപൊളി വാഹനമാണ്. ഈ വാഹനത്തിന് ആവശ്യമുള്ളവർ വിളിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾ എൻ്റെ ആ ചാനലിലെ അപ്പുറത്തുള്ള ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ നല്ലവരായ വാഹന പ്രേമികൾക്കും കൂട്ടുകാർക്കും എൻ്റെ നന്ദി, നമസ്കാരം. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക്സ്.